സ്വർണ്ണവിലയിൽ വീണ്ടും മാറ്റം. ഗ്രാമിന് 130 രൂപ കുറഞ്ഞ് 15,510 രൂപയായി. പവന് 1,040 രൂപ കുറഞ്ഞ് 1,24,080 രൂപയായി. രാവിലെ ഗ്രാമിന് 655 രൂപ കുറഞ്ഞിരുന്നു. അർജുൻ മട്ടന്നൂരിന്റെ വിവരങ്ങൾ നൽകാൻ. അർജുൻ, കഴിഞ്ഞ ദിവസം റെക്കോർഡ് കുതിപ്പായിരുന്നു സ്വർണ്ണവിലയിൽ ഉണ്ടായത്. 8,000-ലധികം രൂപയുടെ വർധന. ഇതിലിപ്പോൾ 130 രൂപയാണ് ഗ്രാമിന് കുറഞ്ഞിരിക്കുന്നത് അല്ലേ? ഇന്നിപ്പോൾ കുറവാണ്. തീർച്ചയായും ശ്രുതി, ഇന്നലെ റെക്കോർഡ് കുതിപ്പാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായത്. ഇപ്പോൾ ചെറിയൊരു ആശ്വാസം, നേരിയൊരാശ്വാസം സ്വർണ്ണവിലയിൽ സാധാരണക്കാർക്ക് ഉണ്ടായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് 2 തവണയായി ചെറിയ വിലയിൽ ചെറിയൊരു കുറവാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. രാവിലെ ഗ്രാമിന് 655 രൂപ കുറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ വീണ്ടും ഉച്ചയ്ക്ക് ശേഷം 130 രൂപ കൂടി കുറഞ്ഞിരിക്കുകയാണ്. അതോടുകൂടി ഗ്രാമിന് 15,510 രൂപയായി മാറിയിരിക്കുന്നു. പവന് 1,040 രൂപ കുറഞ്ഞ് 1,24,080 രൂപയിലേക്കും മാറിയിരിക്കുന്നു. ഇന്നലെ നമുക്കറിയാം 1,32,000 വരെ ഒക്കെ തന്നെ എത്തിയിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസം 2 ദിവസം മുൻപ് ഏതാണ്ട് 1,22,000 മാത്രമാണ് ഉണ്ടായിരുന്നത്. 8,000-ലധികം രൂപയുടെ വില വർധനയാണ് ഇന്നലെ ഉണ്ടായത്. അതിനുശേഷം ഇന്നലെ വൈകിട്ട് വിപണി അവസാനിക്കുമ്പോൾ ഏതാണ്ട് 100 രൂപയുടെ കുറവുണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് ചെറിയൊരു കുറവ് കൂടി ഉണ്ടായിരിക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഏതാണ്ട് 30,000 രൂപയോളമാണ് സ്വർണ്ണവിലയിൽ വർധനയുണ്ടായിരിക്കുന്നത്. ആ വില വർധന വരും ദിവസങ്ങളിൽ തുടരാൻ തന്നെയാണ് സാധ്യത. അന്താരാഷ്ട്ര മേഖലയിലെ ചില രാഷ്ട്രീയ വിഷയങ്ങളടക്കം സ്വർണ്ണവിലയിൽ കാര്യമായി തന്നെ സ്വാധീനിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് US ഇറാൻ സംഘർഷ സാഹചര്യം, അതോടൊപ്പം തന്നെ ഗ്രീൻലാൻഡുമായി ബന്ധപ്പെട്ട തർക്കം തുടങ്ങിയ വിഷയങ്ങളൊക്കെ തന്നെയാണ് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില ഉയരാൻ കാരണം. അതുതന്നെയാണ് കേരളത്തിലും പ്രതിഫലിക്കുന്നത്. പക്ഷേ ഇന്ന് അല്പം ഒരു ആശ്വാസമുണ്ടായിരിക്കുകയാണ്. ഓക്കെ, വ്യക്തമാണ്. അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.